അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു പോയി. കഴിഞ്ഞ ആഴ്ച ട്രെയിനിങ് കാര്യം തിരക്കിലായി പോയി. അപ്പോൾ ഒന്നും അറിഞ്ഞില്ല. ഈ ആഴ്ച വലിയ വണ്ടി എടുക്കണം. ഇന്ന് ഓഫീസിൽ എത്തിയപ്പോൾ ട്രെയിനിങ് കൊടുത്ത വിഷ്ണു എന്ന ആളുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യാർഡിൽ. അപ്പോൾ ആൾക്കും എനിക്കും ഒരേ സെയിം ടൈം ആയിരുന്നു സ്റ്റാർട്ടിങ് ടൈം. 6 o'clock ആയിരുന്നു സ്റ്റാർട്ടിങ് ടൈം ഉണ്ടായിരുന്നത്. ഞാൻ എല്ലാ ഞായറാഴ്ചയും എപ്പോഴും പോകുന്ന കടയുണ്ട് UK. വേറെ ഒന്നിനല്ല, ഫുഡ് കഴിക്കാൻ വേണ്ടി. എൻ്റെ ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡീസൽ അടിക്കുന്നിടത്ത് പോയിട്ട് ക്രിസ്പി ലെമൺ ചിക്കൻ എന്ന് പറഞ്ഞ ഷോപ്പുണ്ട്. അവിടെ പോയിട്ട് സ്ട്രിപ്സ് ആൻഡ് ചിപ്സ് കഴിച്ചിട്ടുണ്ട് ഞാൻ വണ്ടി കൂടുതലും ടൈം എടുക്കാറ്. 6.5 പൗണ്ടാണ്ടേ ഉള്ളൂ. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ നമ്മുടെ ലോഡഡ് ഫ്രൈസൊക്കെ പോലെ നല്ല സോഴ്സൊക്കെ വെച്ച് നല്ലൊരു സാധനം കഴിച്ച് റിലാക്സേഷൻ. ഫുഡ് കഴിച്ചിട്ടായിരിക്കും വീട്ടിൽ നിന്ന് ഇറങ്ങണത്. നാളെ മുതൽ വീണ്ടും ട്രെയിനിങ് സ്റ്റാർട്ടാവാണ്. ഞാൻ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുമ്പ് പറഞ്ഞ 5 പേര് കമ്പനിക്ക് വന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരാൾ 2 പേരും എൻ്റെ പേര് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ട്രെയിനിങ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നിന്നൊരാൾ നാളെ ട്രെയിനിങ് സ്റ്റാർട്ടാണ്. അപ്പോൾ പഴയതുപോലെ ഇന്നത്തെ എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് നേരെ കമ്പനി പോയി കിടന്നുറങ്ങണം. എന്നിട്ട് അവിടെ നിന്ന് നാളെ ഉച്ചയ്ക്ക് വണ്ടി എടുക്കുമ്പോൾ ആളുണ്ടാവും എൻ്റെ കൂടെ 2 ദിവസം ട്രെയിനിങ്ങിന്. അപ്പോൾ നാളെ കഴിഞ്ഞ് എനിക്ക് സുഖമായി വീണ്ടും സൈഡിലിരിക്കുക, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, പുള്ളിക്കാരെ വണ്ടി ഓടിച്ചോളും. അപ്പോൾ എനിക്ക് കുറേ പേർക്ക് റിപ്ലൈ കൊടുത്ത് തീർക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച കൊടുക്കാമെന്ന് വിചാരിച്ച് കുറേ പേരും കൊടുക്കാൻ പറ്റിയില്ല. നമുക്ക് ഈ ട്രെയിനിങ് തന്നെ നമ്മുടെ ഫോണിന് ആൾ കൊടുക്കുക നാവിഗേഷൻ കാര്യത്തിനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് റെഗുലറായി കോൺസെൻട്രേറ്റ് ഒരു കാര്യം ചെയ്യാനും പറ്റില്ല. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ഇപ്പോൾ പറഞ്ഞ പോലെ ഷെല്ലിൻ്റെ ഫ്യൂൽ സ്റ്റേഷൻ ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ എപ്പോഴും ഫ്യൂൽ അടിക്കേണ്ടത്. നമുക്ക് വേറെ സ്ഥലത്ത് അടിക്കാൻ പറ്റില്ല, ഷെല്ലിൻ്റെ കാർഡുകളുണ്ട്. ഷെല്ലിൻ്റെ ഫ്യൂൽ സ്റ്റേഷൻ എപ്പോഴും ഫ്യൂൽ അടിക്കേണ്ടത്. എല്ലാ ഫ്യൂൽ സ്റ്റേഷനിലും ട്രക്ക് പോണ ഏരിയ ഉണ്ടാവില്ല. നമുക്ക് ഷെല്ലിൻ്റെ ആപ്ലിക്കേഷൻ നോക്കിയാൽ അറിയാൻ പറ്റും ഏതൊക്കെ ഷെല്ലിൻ്റെ ഫ്യൂൽ സ്റ്റേഷനിലാണ് ട്രക്ക് അലൗഡുള്ള കാര്യമൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നമുക്ക് സ്ഥിരം റൂട്ടാണൊക്കെ അറിയാൻ പറ്റും ഏതൊക്കെ എവിടെയൊക്കെ ഉണ്ടാവും എന്നൊക്കെ. പിന്നെ ഇതിന് പറഞ്ഞ ഷോപ്പ് ക്രിസ്പി ലെമൺ ചിക്കൻ ലൂട്ടിൽ താമസിക്കുന്നവർക്ക് അറിയാം. ലൂട്ടിൽ അതിലേക്ക് വരണമെങ്കിൽ ജസ്റ്റ് ഈ സ്ഥലത്ത് പോയി നോക്കുക. നല്ല തിരക്കാണ്, എപ്പോൾ പോയാലും കട്ട തിരക്കായിരിക്കും ഇവിടെ. സ്ട്രിപ്സ് ആൻഡ് ചിപ്സ് 650 പൗണ്ടാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റി നല്ല സാധനം. എപ്പോൾ പോയാലും തിരക്കണം. ആ വഴി പോയി കഴിഞ്ഞാൽ കുറേ ആൾക്കാർ കൂടിക്കണമാണ് അവിടെ. അത് കണ്ടിട്ട് ഞാനൊരു അവിടെ പോയത്. പിന്നെ എനിക്ക് സാധനം കഴിച്ചപ്പോൾ ഇഷ്ടമായി തുടങ്ങി. പിന്നെ ചിക്കനൊക്കെ ഏവറേജിന് അവിടെ ഫ്രൈഡ് ചിക്കനൊക്കെ. പക്ഷേ ഈ സാധനം നല്ല രസമുണ്ട് കേട്ടോ. ചില്ലി സോസൊക്കെ കഴിച്ചിരുന്ന സാധനം അത്. പിന്നെ ഇത് നമ്മുടെ ഫ്യൂൽ കാർഡ് എപ്പോഴും വണ്ടിയുടെ മുകളിൽ ഇതിന് നമ്മൾ ഉള്ളിലാക്കി വെക്കും. പിന്നെ ഡീസൽ ഫുൾ ടാങ്കായി. പിന്നെ നമുക്കിനി റെഡി ടു ഗോ ആണ്. നമുക്ക് ഓൾറെഡി 20 മിനിറ്റ് ഏർലിയാണ് നമ്മുടെ ഫസ്റ്റ് ലൊക്കേഷനിലേക്ക്. അപ്പോൾ നമ്മൾ എന്നും ചെയ്യണ പോലെ തന്നെ വണ്ടി ഇവിടെ നിർത്താം. ഫുഡ് കുറച്ച് കഴിച്ചിട്ട് നമ്മൾ ചെറിയ ഡ്രിങ്കിങ് കുടിച്ചിട്ട് പതിയെ വണ്ടി മൂവ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീണ്ടും തിന്നു പോകും. പിന്നെ ഈ വീക്ക് ഞാൻ നല്ല ഹാപ്പിയാണ്. കാരണം നമുക്ക് 10K സബ്സ്ക്രൈബേഴ്സായി ഫേസ്ബുക്കിനുള്ളിൽ. അപ്പോൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ട്. പിന്നെ ഒരു ലിച്ചി ഡ്രിങ്കും പൊട്ടിച്ചാണ് കുടിച്ചിട്ട് പിന്നെ നേരെ സെറ്റിലേക്ക് പെട്ടെന്ന്